ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയും അമ്മയും അനുജത്തിയും കൂടി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ശ്രുതിയെക്കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ രേവതി ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അതൊക്കെ പോട്ടെ മോളെ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ എന്ന് ലക്ഷ്മി ചോദിക്കണം. അപ്പോഴാണ് നമ്മുടെ സച്ചി അതുവഴി വരുന്നത്, ഇത് കേൾക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല, ഞാനെന്ത് അഹങ്കാരിയാണെന്ന മട്ടിലാണ് അവളോടൊക്കെ സംസാരം എന്ന് പറഞ്ഞപ്പോൾ രണ്ടെണ്ണം അങ്ങ് പറഞ്ഞുകൂടായിരുന്നു ചേച്ചി, ഇതിങ്ങനെ വിട്ടാൽ പിന്നെ തലേ കയറിയിരുന്ന് നിരങ്ങുമെന്ന് പറഞ്ഞു ദേവു. എരുതിയിൽ എണ്ണ ഒഴിക്കരുത്, അവർ രണ്ടുപേരും ഒരുമിച്ച് ആ വീട്ടിൽ കഴിയേണ്ടതാണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുക, നീ ഇപ്പോഴേ അവരെ തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണെന്ന് ചോദിച്ചു. അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ദേവു. വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നു ചേച്ചി, അവൾ വന്ന കയറും മുന്നേ ചേച്ചി അവൾ വേലക്കാരിയാക്കാനുള്ള ശ്രമമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെങ്ങ് വന്നാൽ മതി, അമ്മ വന്നില്ലായിരുന്നെങ്കിലേ അവൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും കിട്ടിയേനെ എന്ന് നമ്മുടെ രേവതി പറയാം. വന്നെന്തിനാണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു. അതൊക്കെ വിട്ട് കളമോളെ, നീ അതൊന്നും കാര്യമാക്കണ്ട. ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ, ആ പെൺകുട്ടിയുടെ അച്ഛനെയും മലേഷ്യയിലും സിംഗപ്പൂരിലും ആണെന്നാ പറഞ്ഞത്. അപ്പോഴേക്ക് സച്ചി കയറുമെന്നത് കേൾക്കുക, അതുകൊണ്ട് അവരാരും വന്നില്ല, ഇവള് മാത്രം വന്ന് കണ്ടിട്ടങ്ങ് പോയെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോഴും സച്ചി ഇങ്ങനെ നിൽക്കാം. കേട്ട് കേൾവിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എല്ലായിടത്തും ആൾക്കാർ പെണ്ണ് കാണാൻ പോകും, ഇവിടെ നേരെ തിരിച്ചാമേ ചെറുക്കനെ കാണാൻ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നിന്ന് ചിരിക്കുന്നു. പറഞ്ഞാലേ ചിരി വരും. ഇതുപോലെയുള്ളൊരു ദിവസം ആരോ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ എന്തൊക്കെയായിരുന്നു ബഹളം. അവസാനം അവരുടെ ഡ്രൈവർ വന്ന് ഒളിച്ചോടി പോയവനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് സച്ചി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, വളരെ ഹാപ്പി. ഇപ്പം അതേ വേറൊരുത്തി വന്നിരിക്കുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേച്ചങ്ങ് പോയേക്കുവാണെന്ന് പറഞ്ഞു. എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ദേവൂട്ടി പറഞ്ഞു, ഇത് നടക്കുമല്ലോ ചേച്ചി, നോക്കിക്കോളെ. അപ്പം മിണ്ടാതിരിടി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ എന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ പറഞ്ഞു. ആ വൃത്തികെട്ടവൻ പെണ്ണ് കിട്ടാതെ വിവാഹം നടക്കാതെ മൂത്ത് നരച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വലിയ സന്യാസത്തിന് പോകണം, അവസാനം അമ്മയും മോനും കൂടി സന്യാസത്തിന് പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി പറയാം. ഈ പെണ്ണിനെ കണ്ടിട്ടേ എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്, ഇവളും പകുതി അയാൾക്കിട്ട് പണി കൊടുത്തിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ നിന്ന് നമ്മുടെ രേവതി പറയുന്നതൊക്കെ സച്ചി കേട്ട് ചിരിക്കുക കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് സച്ചി നിൽക്കുന്നത് കാണുന്നത് നമ്മുടെ രേവതി. അപ്പോൾ എടി ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് സച്ചിയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, ഒരു ചിരിയൊക്കെ ചിരിച്ച്. അപ്പോൾ വന്നിട്ട് കുറേ നേരമായോ എന്ന് രേവതി ചോദിച്ചപ്പം താൻ പരദൂഷണം പറഞ്ഞ് പകുതി അപ്പം ഞാൻ എത്തിയതേ ഉള്ളൂ. പരദൂഷണോ? ഞാനെന്ത് പരദൂഷണം പറഞ്ഞെന്നാ? ഞാൻ ദേവുവിനോട് സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞു. വേറൊരാളുടെ കുറ്റമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ, അതിനെയാണ് പരദൂഷണം എന്ന് പറയുന്നത്. അതിപ്പോൾ ആരോടായാലും ഭൂഷണം നല്ലതല്ല. പിന്നെ സത്യത്തിൽ മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സുഖം കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആരെക്കുറിച്ചും ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല, നടന്ന കാര്യം പറഞ്ഞത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചു. ഇതൊന്നും എനിക്കറിയാവുന്ന കാര്യമല്ലല്ലോ എന്നിങ്ങനെ സച്ചി. കാറിൽ കയറുന്ന ചില പെണ്ണുങ്ങളുണ്ട്, ഫോണിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അയ്യേ, ഈ പെണ്ണുങ്ങൾ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് രേവതി ചോദിച്ചപ്പം എന്തിനാ ഞാൻ ശ്രദ്ധിക്കുന്നത്, സ്ഥലകാല ബോധമില്ലാതെ ഇവർ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചുറ്റുമുള്ളവർക്കൊന്നും പിന്നെ വേറെ ഒന്നും കേൾക്കേണ്ടി വരത്തില്ലെന്ന് പറഞ്ഞു സച്ചി. ഈ വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങൾ അവരുടെ അമ്മയെ വിളിച്ച് ഭർത്താവിൻ്റെ വീട്ടിലെ കുറ്റങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ അന്തം വിട്ടു പോകും, അറിയോ. എൻ്റെ പൊന്നെ, താളിക്കുന്ന സമയത്ത് പൊട്ടിയ കടുകിൻ്റെ എണ്ണം വരെ പറയുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു. അല്ല, ഏതൊരു പെണ്ണ് വന്ന കാര്യം പറഞ്ഞല്ലോ, എന്താ സംഭവം എന്ന് സച്ചി ചോദിച്ചു. അയ്യോ, ഞാൻ പറയുന്നില്ലേ, ഇനി അതെങ്ങാനും പരദൂഷണമാണെങ്കിൽ നിങ്ങളും കൂടി വെറുതെ മോശക്കാരനാവും, ആളെവിടപ്പാ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അയ്യോ അങ്ങനെയല്ല, ചെറിയൊരു സംശയം, അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു. സാരമില്ല, പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പം അമ്മ നിങ്ങളുടെ ചേട്ടന് വേണ്ടി ഒരു ആലോചനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ വന്ന് കണ്ട് ആ പെണ്ണ് ഓക്കെ പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾ വന്ന് കയറിയ ഉടനെ പറഞ്ഞത് എന്താണെന്ന് അറിയോ, ഞാൻ ഈ വീട്ടിലെ ജോലക്കാരിയാണെന്ന് നമുക്ക് തോന്നിപ്പോലും. അത് ശരി, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് സച്ചി ചോദിച്ചേ. ഓക്കെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എന്നെ അവൾ ഇത്തരത്തിൽ പറഞ്ഞു എന്ന് കേട്ടിട്ടും നിങ്ങൾക്കൊന്നും പറയാനില്ലേന്ന് ചോദിച്ചു. അതിപ്പോൾ ഞാനെന്ത് പറയാനാ, നിനക്ക് വല്ലതും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ അതിന് ബാക്കി പറ, പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു സച്ചി. അത് കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു. ആദ്യം നീ ഇത് പറ, പെണ്ണെങ്ങനെയാ എന്നോട് ചോദിക്കുന്നത് എന്തിനാ, ചെന്ന അമ്മയോടോ ചേട്ടനോടോ ചോദിച്ചൂടെ. അതല്ല ആ പെണ്ണെ ഒരു ബ്ലൂ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നതെന്ന് ചോദിച്ചു, മുടിയൊക്കെ ഇങ്ങനെ പടർത്തിയിട്ട്. അതെ, നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ മുഖം കണ്ടില്ല, ഞാനിന്ന് സുധിക്കൊപ്പം ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം തൊട്ട് എനിക്കൊരു സംശയം തോന്നിയതാ, അതാ ചോദിച്ചത്. സംശയമോ? എന്തു സംശയം? അവളാണോ ഇവളെന്ന്.
എനിക്ക് ആകെ മൊത്തത്തിലൊരു സംശയം. അപ്പം നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണേന്ന് ചോദിച്ചു. അത് പിന്നെ ആ ഒരു പെണ്ണ് പണം അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ, അവളാണോ ഇതെന്ന് എനിക്കൊരു സംശയം. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് അച്ഛൻ്റെ പണം അടിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവന്ന് ഇറക്കുന്നതാണെങ്കിലോ. അപ്പം അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു രേവതി. അന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നുള്ളത് പറഞ്ഞിരുന്നില്ലേ, അതാണ് ഈ കക്ഷി. പക്ഷേ എന്തോ ചില പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു നമ്മുടെ രേവതി. സച്ചി ആലോചിക്കുക. അച്ഛൻ അവളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവളെന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇവൻ ലോക കള്ളൻ, അവന് കഞ്ഞി വെക്കാൻ ഒരുത്തി വരുമ്പോൾ അതിനുള്ള യോഗ്യതയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുക സച്ചി. എന്തെങ്കിലും കള്ളത്തരം കാണും, അവളിങ്ങ് വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. രേവതി എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ രേവതിയും സച്ചിയും കൂടെ സംസാരിച്ച് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അപ്പം അമ്മ അങ്ങ് വന്നു. ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ലല്ലോ, വീട്ടിൽ വന്ന നേരെ മുറിയിൽ പോയി ഇവിടെ നടക്കുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ പുറത്ത് തല കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുക സച്ചിയും. അതെ, ഇവിടെ നടക്കുന്ന കോമഡിയൊക്കെ അറിഞ്ഞ് ചിരിക്കണ്ടേ, ഇനി അടുത്ത കോമഡി എപ്പോഴാണ് നടക്കാൻ പോകുന്നതെന്ന് നേരത്തെ പറയണേ എന്ന് സച്ചി പറഞ്ഞു. ഒരു പണിക്കും പോകാതെ എനിക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. കോമഡിയോ? എന്ത് കോമഡി? കല്യാണാലോചന കോമഡി. ദേ ഇപ്പം പുതിയൊരു ആലോചന വന്നു എന്ന് ഞാൻ അറിഞ്ഞു, പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം വള്ളിപുള്ളി വിടാതെ എല്ലാം പറഞ്ഞല്ലോ എന്ന് രേവതിയെ നോക്കി പറയുവാണ് ചന്ദ്ര. അതെ ചന്ദ്രമതി, അവളെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. അതെ, ഈ ടാക്സി ഡ്രൈവറെ ഒരു കാറ്റു പോലെയാണ്, എപ്പോൾ എവിടെ എങ്ങനെ വീശുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ മോനൊരു പെണ്ണിൻ്റെ ഒപ്പം കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി. അച്ഛാ, ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്, അച്ഛൻ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അപ്പം എന്ത് ചുറ്റിക്കളിയാണെന്ന് ചോദിച്ചു അമ്മ. അവനൊരു കല്യാണം കഴിക്കുന്നതിൽ നിനക്കെന്താ നഷ്ടം? അപ്പം എനിക്കല്ലേ നഷ്ടം, 50 ലക്ഷം രൂപയുടെ നഷ്ടം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ മുഖം അങ്ങ് മാറി. അമ്മ സൈഡിലേക്ക് ചെരിഞ്ഞു. ഓർമ്മയില്ലേ തലയിൽ കൈവച്ച് ചെയ്ത സത്യം? മറന്നുപോയോ? മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. അച്ഛാ, ഞാനൊരു കാര്യം പറയാം, അവനെ കെട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ കാശിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ആർക്കാ ഇത്ര ധൃതി അവനെ കെട്ടിക്കാനായിട്ട്? വേറെ ആർക്കാ? നിന്റെ അമ്മയ്ക്കാണെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. അവൾ തന്നെ നോക്കിയ കുട്ടിയാ, പിന്നെന്താ, ഇന്ന് നേരിട്ട് വന്ന് സംസാരിച്ചു പോയി. ബന്ധുക്കളാരും വന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അവളുടെ അച്ഛൻ സിംഗപ്പൂരിലോ മലേഷ്യയിലോ ദുബായിലൊക്കെയാണെന്ന് ഇവള് പറയുന്നു. എനിക്കൊരു പിടുത്തം കിട്ടണമില്ല എന്ന് അച്ഛനും പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ അമ്മ അതിനിട്ട് സമ്മതിക്കണമില്ല. അതൊക്കെ ഞാൻ അന്വേഷിച്ചു, കുടുംബവും കൊള്ളാം കുട്ടിയും കൊള്ളാം. എന്താ, ശ്രുതിക്ക് ചേരുന്ന പെണ്ണ് തന്നെയാണെന്നും ഇനി അതിൽ കൂടുതൽ എന്താ അറിയാനുള്ളതെന്നൊക്കെ ചോദിക്കുക ചന്ദ്ര. അപ്പോൾ ഇതെങ്ങനെ ഇവന് പെണ്ണ് കിട്ടുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ വേലയും കൊലയില്ലാത്ത ഇവനെ എന്ത് കണ്ടിട്ടാ ഇവരൊക്കെ? അവൻ നിന്നെ പോലെയല്ല, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാണെന്ന് പറഞ്ഞപ്പം അതെന്തായാലും ഭയങ്കരമായിപ്പോയി. ഇത്രയും വിദ്യാഭ്യാസമുള്ള മോൻ ഒരു കപ്പലണ്ടി മിഠായി എങ്കിലും സ്വന്തമായി ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ടോ? എനിക്ക് കപ്പലണ്ടി മിഠായി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അന്നേരം അമ്മ. അത് കേട്ടപ്പോൾ നമ്മുടെ സച്ചി ചിരിച്ചു, അമ്മ ചിരിച്ചു, രേവതി ചിരിച്ചു. രേവതിക്ക് ദേഷ്യം വരുന്നുണ്ടേ. കളിയാക്കണ്ട, രാജയോഗം ഉള്ളവനാ, പിന്നെ അവനൊക്കെ രക്ഷപ്പെടുമ്പോൾ അവൻ്റെ പിന്നാലെ നീ പോകും, നോക്കിക്കോളാൻ പറഞ്ഞു അമ്മ. അതിന് അവൻ എൻ്റെ മുന്നിൽ കയറി നടക്കേണ്ടി വരുമെന്ന് സച്ചി അന്നേരം പറഞ്ഞു. എന്തായാലും ഈ ജന്മം അങ്ങനെ ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. വിയർപ്പിൻ്റെ അസുഖമുള്ള അവനെ സ്പീഡിൽ നടക്കാതെ എൻ്റെ മുന്നിൽ എത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ എനിക്ക് വേണ്ടത് ലിക്വിഡ് ക്യാഷ്. അത് പിന്നെ അച്ഛാ ക്യാഷ് തന്നിട്ട് എന്ത് വേണമെങ്കിൽ ആയിക്കോളാൻ പറ. ഇവളെ കെട്ടാനല്ലേ അവൻ കാശ് മേടിച്ചത്, ഇവളിപ്പോൾ എൻ്റെ തലയിലായില്ലേ, അപ്പോൾ കാശും എൻ്റെ കയ്യിൽ തന്നെ വരണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സച്ചി, എന്ത് പറഞ്ഞാലും അവസാനം നീ അതിൽ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുമല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ. രേവതിക്ക് വിഷമമായി. എടാ, കല്യാണം ആയില്ലല്ലോ, ആലോചന നടക്കുന്നതല്ലേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ വരട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ ഇത് നടക്കൂലെന്ന് തോന്നുമല്ലോ. എന്താ ഈ പറയുന്നത്? ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്കതങ്ങ് നടത്തണമെന്ന് പറഞ്ഞു അമ്മ. അച്ഛാ, ശ്രീ വരുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഈ പെണ്ണിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും അവനും കൂടി ഒന്ന് അയച്ചേക്കാൻ പറഞ്ഞു. പിന്നെ ആദ്യം ഉറപ്പിച്ചെടുത്തുനിന്ന് ഒളിച്ചോടി ഞാൻ പെട്ടു, ഇനിയും ഓടിയ കല്യാണം നടക്കണ്ടേ എന്നിങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞപ്പോഴും നോക്കുവാണ് അമ്മ. വാരഫലം നോക്കിയപ്പോൾ ശ്രീയുടെ വിവാഹത്തിനുള്ള ആ ഒരു യോഗം കത്തി നിൽക്കുക, മിക്കവാറും ഇത് അവൻ്റെ തലയിലാകും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങനെ വരുമ്പം കറക്റ്റ് ചെറുക്കന് 100 വയസ്സാണല്ലോ, വിളിക്കണു എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ അങ്ങനെ സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു. പിന്നെ അനീജനോട് ചേട്ടൻ്റെ കല്യാണക്കാര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നാളെ വരും ഏട്ടാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രീ പറയാം. അവൻ വരട്ടെ വന്ന് എന്നെ പോയാലേ അവനും ബലിയാടാവട്ടെ, അവനുള്ള കുഴി വന്ന് തോണ്ടി വെച്ചിരിക്കല്ലേ, വന്ന് വീഴട്ടെ എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ദുഷിച്ച വർത്തമാനം മാത്രം നിന്റെ വായിൽ വരുവുള്ളല്ലേ എന്ന് അമ്മ. ഞാനൊരു ദുഷിച്ചവനാണെന്നാണല്ലോ ഇപ്പം, ഇത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.
പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കാശ് എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ അപ്പോഴേക്ക് സച്ചി ചിരിച്ചു. ഈ ചന്ദ്രമതിയുടെ ഒരു കാര്യം എപ്പം നോക്കിയാലും മസിൽ പിടിച്ച കോമഡികൾ കാണിക്കും എന്നും പറഞ്ഞുകൊണ്ട് പറയുക. പിന്നെ കാശ് തന്നില്ലെങ്കിൽ കല്യാണം നടക്കില്ലെന്ന് ഞാൻ പറയാതെ തന്നെ ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ടെൻഷനായി. പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് കയറിപ്പോയി. സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി രാത്രിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും സച്ചി വണ്ടിയായിട്ട് വീട്ടിലോട്ട് വന്ന് അവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ കിടന്നോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് രേവതി ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി കഴിക്കാനുള്ളതൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നീ എന്തെങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. നീ എന്തിനാ മസിൽ പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ മസിൽ പിടിച്ചാലും ഇഞ്ചി കടിച്ചാലും നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പം നിന്റെ മസിൽ നീ പിടിച്ചു, അതിനിപ്പോൾ എനിക്കെന്താ, പക്ഷേ ഇഞ്ചി അത് വെറുതെ കിട്ടുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ചുമ്മാ കടിച്ച് നശിപ്പിച്ച് കളയരുതെന്നേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ ചന്ദ്ര അവിടെ നിന്ന് കേൾക്കുക. അതെ, എനിക്കറിയാം അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന്, ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കില്ലല്ലോ. ഞാൻ എന്തു പറഞ്ഞെന്നാ നീ പറയുന്നേ? ഓ, അറിയില്ലല്ലേ, പറഞ്ഞു തരാം. നിങ്ങൾ എന്തിനാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് നിങ്ങളുടെ തലയിൽ എന്നെ കെട്ടിവെച്ചു എന്നും നിങ്ങൾ പെട്ടുപോയെന്നൊക്കെ പറയുന്നത്? അപ്പം ഞാനെപ്പോഴാണ് പറഞ്ഞെന്ന് സച്ചി ചോദിച്ചു. എപ്പോഴും പറയുന്നത് കൊണ്ട് അതിനെപ്പറ്റി വലിയ ഓർമ്മയില്ലെന്നോ, അതോ ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ? അത് അവനോടുള്ള ദേഷ്യത്തിൽ അന്നേരം പറഞ്ഞപ്പോൾ ആരോടുള്ള ദേഷ്യത്തിനായാലും എന്തിനാ വെറുതെ എന്നെ അതിലേക്ക് വലിച്ചഴിക്കുന്നതെന്ന് ചോദിച്ചു. ഇതൊരു ശീലമാക്കാനാണ് പരിപാടിയെങ്കിൽ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചോ, എന്നിട്ട് ദേഷ്യം വരുമ്പോൾ അതെടുത്തങ്ങ് പ്ലേ ചെയ്താൽ മതിയല്ലോ, അതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. അപ്പം അത് കൊള്ളാമല്ലോ. എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞേ? സാരമില്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നല്ലേ, ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ മിണ്ടാതെ നിൽക്കുന്നു എന്ന് കരുതി എൻ്റെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ ഒന്ന് രേവതി. അയ്യടി, ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ മിണ്ടാതെ നിൽക്കുന്ന മോളാണോ ഇന്ന് തിളയ്ക്കണമെന്ന് ചോദിച്ചു സച്ചി. അതെ, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ രേവതി. എല്ലാം സഹിച്ച് ഒന്നും മിണ്ടാതെ നന്മമരമായി നിൽക്കാനേ എന്നെ കിട്ടില്ല, അതിനെ വേറെ ആളെ നോക്കാൻ പറഞ്ഞു. ഓ, അറിയാതെ ഒന്നും വന്ന് പെട്ടത് തന്നെ എൻ്റെ പൊന്നെ. ഇനി വേറെ ഒന്നിനെയും കൂടെ നോക്കി ബാക്കിയുള്ള സമാധാനം കൂടി എനിക്ക് വയ്യടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞു രേവതി. അപ്പോൾ ഇവരുടെ വഴക്ക് കണ്ട് ചന്ദ്ര സന്തോഷിക്കുക. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്നെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു, നിങ്ങൾ പെട്ടുപോയി, അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിൽക്ക്, എങ്ങോട്ടാണ് നീ തള്ളിക്കയറി വരുന്നത്? കണ്ടോ, ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പെട്ടുവെന്നും, പണ്ടായിരുന്നെങ്കിലേ ഓട്ടം കഴിഞ്ഞു വരുന്നു, വല്ലതും കഴിക്കുന്നു, പോയി കിടന്ന് ഉറങ്ങുന്നു. ഇപ്പം കണ്ടില്ലേ, ഭക്ഷണം എടുത്ത് വെച്ചിട്ട് വിളമ്പാതെ എന്നിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു സച്ചി. എന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊന്നും പറയാൻ പറ്റില്ല. ഓഹോ, പറഞ്ഞ് നിങ്ങൾ വിവരം അറിയും എന്നെനിക്കൊന്ന് കാണണമല്ലോ. പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ തലേ കയറിയിരുന്ന് എണ്ണ തേക്കുന്നു, അഹങ്കാരി എന്ന് പറഞ്ഞു സച്ചിയെ. നീ ആരാന്നാ നിന്റെ വിചാരം? ദേ, എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ വിളഞ്ഞാലുണ്ടല്ലോ ചാക്കി കെട്ടി വണ്ടി കയറി എവിടെയെങ്കിലും കൂടെ കളയും ഞാനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പാത്രം എടുത്ത് സച്ചിയുടെ തലയടിക്കാനായിട്ട് നമ്മുടെ രേവതി എടുക്കുന്നു. ഇതൊക്കെ കണ്ട് ചന്ദ്ര അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള വഴക്ക് അത് അങ്ങ് എത്തിയെന്നുള്ള കാര്യം മനസ്സിലായി. സമാധാനമായിട്ട് ഇച്ചിരി കഞ്ഞിയും കുടിപ്പിക്കലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ സച്ചി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതിനകത്തൊന്നും കറിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വായിലൂടെ വെള്ളം ഊറുക. അപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതായിരുന്നു. കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് ഭക്ഷണത്തിനോട് തീർക്കരുത്. അങ്ങനത്തെ അവിടെ ഇരുന്ന് ആ ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കുക. ഇതൊക്കെ രേവതി നോക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടുന്ന് പ്ലേറ്റ് താഴെ ഇട്ടു. പേടിച്ച് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്ന ആളൊന്നുമല്ല സച്ചി. അതിന് വല്ല ബോംബ് കിട്ടുമെന്ന് നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇരുന്ന് വയറ് നിറച്ചു വാരി കഴിക്കുന്നു. രേവതി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു. അങ്ങനെ രേവതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നു. സച്ചി അവിടുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ആ രാത്രി അങ്ങ് കഴിഞ്ഞുകൂടി. നേരം വെളുത്തു. അപ്പം മകൻ്റെയും മരുമകളുടെയും അടി കണ്ട് സന്തോഷം നിൽക്കുന്ന അമ്മായിമ്മ മൂലയ്ക്ക് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി ഇറങ്ങി വരുമ്പോൾ രേവതി അവിടെ അടിച്ചു വാരുക. അപ്പോൾ ചൂലുമായിട്ട് നിൽക്കുന്ന രേവതിയെ കണ്ടു. അപ്പോൾ കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ പറഞ്ഞു. രേവതി പറഞ്ഞു, ഓ, ഒരല്പം കുടിവെള്ളം പോലും തരാൻ പറ്റില്ലല്ലേ? എന്തിന്? ഇനി വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് തലയിലായി പെട്ടു എന്നൊക്കെ പറയാനാണെന്ന് ചോദിച്ചു. എനിക്കതൊന്നും കേൾക്കാൻ പയ്യേ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, വേണ്ട ഞാൻ എടുത്ത് കുടിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വെള്ളം തന്നെ എടുത്ത് കുടിക്കണം. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് വീണ്ടും വഴക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുധി ഇറങ്ങി വരുന്നത്. സുധി ഇറങ്ങി വന്നപ്പോൾ എടാ ഫ്രോഡേ എന്നും പറഞ്ഞ് വിളിച്ചു. നിൽക്കടാ അവിടെ, ദേ നീ ഒറ്റൊരുത്തും കാരണമാണ് ഞാനിപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന് സുധിയോട് പറയോ സച്ചി. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്ന എന്നെ പെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ രേവതിക്ക് വീണ്ടും അത് സങ്കടമായി. രേവതി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. കാശ് വേണമെങ്കിൽ നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? എൻ്റെ ഷെയറും കൂടി ഞാൻ നിനക്ക് തന്നേനേലോ. പക്ഷേ ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അവൻ്റെ കണ്ണ് കണ്ടില്ലോ, കൂത്തിപ്പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നു സച്ചി പറയാട്ടോ. എനിക്കിട്ട് വേല വെച്ചിട്ട് വേലയും കോലയും ഇല്ലാതെ പുതിയ ഷർട്ടിട്ട് മണവാളം ചമഞ്ഞ് നടക്കല്ലേ.
നിന്നെ ഞാനും കൂടെ പുകയ്ക്കട്ടെടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി. അപ്പോൾ സച്ചി നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, വിടാൻ പറഞ്ഞു ശ്രുതി. കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനും അനിയനും കൂടെ കൊമ്പ് കോർക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും